വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിലും ആരുടെയും അനക്കം കേൾക്കാനുണ്ടായിരുന്നില്ല. വൈദേഹി വേഗം തന്നെ തനിക്കരികിൽ കിടന്നുറങ്ങുന്ന പാത്തുവിനെ വിളിച്ചു. പാത്തു, പാത്തു, ഒന്നെണീറ്റേ, ഇതെന്തുറക്കമാ? വൈദേഹി മറ്റൊരു വശത്തേക്ക് കിടന്നുറങ്ങുന്ന ക്രിസ്റ്റിയെ വിളിച്ചു നോക്കി. ക്രിസ്റ്റി, ഒന്നെഴുന്നേറ്റേ. ക്രിസ്റ്റി വൈദേഹിയുടെ വിളി കേട്ട് വളരെ പ്രയാസത്തോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. പകുതി തുറന്ന കണ്ണുകളുടെ അവൻ അവളെ നോക്കി. എന്താടോ? അതെ, നമ്മൾ കിടക്കാൻ നേരം വാതിലൊക്കെ നല്ലതുപോലെ അടച്ചതല്ലേ? ദേ ഇപ്പോൾ നോക്ക്, അത് തുറന്നു കിടക്കുന്നു. ക്രിസ്റ്റി വൈദേഹി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചു. ശരിയാണ്, വാതിൽ തുറന്നു കിടക്കുന്നു. ക്രിസ്റ്റി പുതപ്പ് മാറ്റി നിലത്ത് നിന്നും പതിയെ എഴുന്നേറ്റ് വൈദേഹി ഒന്ന് നോക്കി. ശബ്ദമുണ്ടാക്കാതെ വാ, നമുക്ക് പോയി നോക്കാം. അവർ പുറത്തു നോക്കാൻ ഇറങ്ങിയതും ആരോ ഇറയത്തു നിന്നും അകത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവർ കതകിന് പുറകിൽ ഒളിച്ചിരുന്നു. വൈദേഹി പെട്ടെന്ന് അവിടെ കിടന്ന ഒരു വടി കൂടി എടുത്തു പിടിച്ചു. ആ രൂപം അകത്തേക്ക് കയറിയതും വൈദേഹി അതിൻ്റെ തലയ്ക്ക് അടിച്ച് താഴെയിട്ടു. അയ്യോ, എന്നെ കൊല്ലുന്നേ! ശബ്ദം കേട്ടവരെല്ലാവരും ഉണർന്നു.